ഒരു 8:30 ആകുമ്പോൾ അഴിച്ചുവിടും. NF എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്, നാച്ചുറൽ ഫാമിങ്. ചാണകത്തിന്റെയും ഗോമൂത്രത്തിന്റെയും ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റിയിട്ട് ചെടിക്ക് വളർച്ച കൂട്ടാനുള്ള അടിപൊളിയായിട്ടുള്ള 3 കുളം ഉണ്ട്. അപ്പൊ അതിൽ 2 നമ്മളിപ്പോ പോണത്. ഈ 4 കിട്ടി കഴിഞ്ഞതിന്റെ ലക്കാണെന്നാണ് ഞാൻ കണ്ടത്. കഞ്ഞുണ്ണി പിന്നെ കിഴാർനെല്ലിയെ കണ്ടപ്പോ പറക്കുന്നു. ഈ പേരിന്റെ ഒരു കഥ ഉണ്ട്. അതുണ്ടോ പറഞ്ഞോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്ന് മോനിഷയുടെ കസിൻസിൻ്റെ അടുക്ക് വന്നതാണ്. പെരിന്തൽമണ്ണ ഭാഗത്താണ്, വളയമൂച്ചി എന്ന് പറയും. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് നമ്മളിലോട്ട് വന്നാട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആ പുതുക്കത്തിൽ നമ്മളിലോട്ട് വന്നാണ് ഇങ്ങോട്ട്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഇവളുടെ അമ്മ, അതായത് രജനി ചേച്ചി, കുറേ ദിവസമായിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഇന്നാണിപ്പോൾ, അതായത് ഇന്നലെ വൈകുന്നേരത്ത് എത്തി. നമ്മളെ കൂടെ ഉണ്ടാവും ഇവളാട്ടോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്താ. ഇവിടെ കൊറേ കൃഷി ഉണ്ട്, വെറൈറ്റി കൃഷി. പിന്നെ ഒരു പട്ടി ഉണ്ട്, ഒരു പൂച്ച ഉണ്ട്, പിന്നെ 3 പശുക്കളുണ്ട്. അപ്പുറത്തെ വീട്ടില് മറ്റേ നമ്മുടെ കുറെ ആൾക്കാർ പറഞ്ഞല്ലോ എന്താ ഗൂസിനെ വാങ്ങിക്കണമെന്ന്. അപ്പോൾ അവിടെ ഒരുപാട് എണ്ണുണ്ടേ. അപ്പോൾ ഇവിടെ വെച്ചൂര് ഇടത്തിൽപ്പെട്ട കുറച്ച് പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവറ്റങ്ങളെ ഇവരൊന്നും പാടത്ത് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, പാടത്തൊക്കെ പോയി അതേപോലെ ഒരു വിളവെടുപ്പൊക്കെ നടത്താം കേട്ടോ. ഇവിടെ ഒരുപാട് വിഭവങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പറിച്ച് കാണിക്കാം കേട്ടോ. ദേ അപ്പോൾ ഇവരാട്ടോ നമ്മൾ പറഞ്ഞ വെച്ചൂർ പശുക്കൾ. ഇത് ഒരു സുപ്രഭാതത്തിലൂടെ വന്നതല്ലേ, വളരെ യാദൃശികമായിട്ട് ഇവിടെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ അതിന് ചെറിയൊരു കഥ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവള് ചുരുക്കി ഒന്ന് നമുക്ക് പറഞ്ഞു തരൂ അല്ലേ, അതെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നുള്ളത്. ആദ്യം അമ്മയുടെ സാറിന്റെ അവിടെ ഇങ്ങനെ പശുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെപ്പോ പിന്നെ നോക്കാൻ ആരില്ലാത്തോണ്ട് അമ്മേനോട് കുറച്ച് ദിവസം നോക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് പിന്നെ അതിന് കൊടുക്കാൻ ഇതില്ലാത്തോണ്ട് അമ്മ അങ്ങോട്ട് വാങ്ങി. അപ്പൊ ഇപ്പൊ അമ്മയും കുട്ടികളും ഇവിടെ 3 ആൾക്കാരും കഷ്ടപ്പെട്ട് നോക്കുകയാണ്. കൊറേ ആൾക്കാർ ചോദിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതിന് എപ്പോഴാ കൊടുക്കണത്, വാങ്ങുമ്പോ തന്നെ കൊടുക്കണത് ചോദിച്ചത്. ഇനി നമുക്ക് കൊറേ പരിപാടി ഉണ്ട്. പക്ഷെ നമുക്ക് ഒന്ന് ചായ അടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോയാൽ. ഇന്നത്തെ സ്പെഷ്യൽ പറയണത് പത്തിരിയാണ്. പത്തിരിക്ക് നല്ല തേങ്ങ അരച്ച കറി, പിന്നെ നല്ല വരട്ടി ചിക്കനും ഉണ്ട്. നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അടിപൊളി പത്തിരി കേട്ടോ, നമ്മളെ രജനി ചേച്ചിയുടെ സ്പെഷ്യൽ പത്തിരിയാണ്. അതിക്ക് ഇതാക്കണ നല്ല അടിപൊളി ചിക്കൻ, അതേപോലെ നോമ്പുതറ ഐറ്റം പോലെ ഇതുണ്ട് തേങ്ങ അരച്ച ചിക്കൻ കറി. പത്തിരിക്ക് അടിപൊളി കോംബോ കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞാറ്റിയും കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാം, ഒരുപാട് കാഴ്ചകൾ കാണാണ്ടേ. അപ്പൊ ചായയെ കുറിച്ച് ഒരുപാട് ലേറ്റ് ആയിട്ടോ. ഇവിടെ വിടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ നേരെ പാടത്ത് കൊണ്ടേക്ക് കെട്ടാൻ പോവാണേ. ബാ. പേരെന്താ, ബ്രൂണോയോ? ഈ പേരിന്റെ ഒരു കഥ ഉണ്ട്. അതുണ്ടോ പറഞ്ഞോ. ഇക്കില്ലേ 1ാം ക്ലാസ്സിന്ന് ഒരു പാഠം പഠിക്കാറുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിലുള്ള പപ്പിയുടെ പേരാണ് ബ്രൂണോ. അങ്ങനെ കഥ. എന്താ അപ്പൊ 2 പശുക്കളും ഒരു കുട്ടിയല്ലേ, അങ്ങനെയല്ലുള്ളത് എഞ്ചോ? അതെ. പാടത്ത് എത്ര ദൂരം ഉണ്ട്? പിന്നെ പാടത്ത് ഒരുപാട് ദൂരം ഉണ്ടോ? കുറച്ച്. നമ്മളെ പാടെത്തിണു, അതാണ് പാടം. ഇടയ്ക്കൊക്കെ നമ്മൾ ഇവിടെ കെട്ടലുണ്ട്. വെയിലാണ്, പക്ഷെ വെയിലില്ലാത്തടത്തേക്ക് നോക്കി കെട്ടൂല്ലേ. ചേച്ചി അപ്പൊ ഇതിൽ ഏതാ തള്ള പൈക്കുട്ടി? ഇതാണ് അതിന്റെ അമ്മ പശു. ഇത് 2 കുട്ടികളാണ് അല്ലേ? ഇത് ആദ്യത്തെ കുട്ടി, ഇത് 2ാമത്തെ കുട്ടി. ഇത് പശുക്കുട്ടി, മൂരിക്കുട്ടി അല്ലേ? വെച്ചൂരനത്തിൽപ്പെട്ട പൈക്കളാണ്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നാടനത്തിലാണ്, അസുഖങ്ങൾ കാര്യമായിട്ട് വരില്ല. പിന്നെ കുറച്ച് തീറ്റ കൊടുത്താൽ മതി. പാല് കാര്യമായിട്ടൊന്നും കിട്ടില്ല, പക്ഷെ ഉള്ള പാല് നല്ല ഔഷധ ഗുണമുള്ള. ഇത് എപ്പോഴാണ് കൊണ്ടുവന്ന് കെട്ടിട്ടോളെ? ഇവര് രാവിലെ ഒരു 8:30 ആകുമ്പോ അഴിച്ചുവിടും. അത് കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ ഒരു 5:30 ആകുമ്പോ നമ്മള് തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ? വെള്ളം അങ്ങനെ ഉച്ചക്കല്ലേ, രാവിലെ വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നമ്മൾ 5:30 കൊണ്ടുവരുമ്പോ ഇതാക്കും. അതല്ലെങ്കിൽ കുളത്തിൽ ഇറങ്ങിയിട്ട് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ വെള്ളം ഇറങ്ങി കുടിക്കും. വേറെ പശുക്കളൊന്നും ഇല്ല? അപ്പുറത്തുണ്ട് കുറച്ച് ആൾക്കാര്. അത് പക്ഷെ മറ്റേ നാടനല്ല. അപ്പൊ ഇറ്റ വേറെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പുറത്തൊക്കെ പറമ്പുകളൊക്കെ ഉള്ളല്ലോ, വാഴയൊക്കെ ഏകദേശം നടക്കാന്നല്ലാതെ അങ്ങനെ ദൂരത്തേക്കൊന്നും പോകില്ല. ഞാൻ തള്ള പശുവിനെ ചുറ്റിപ്പറ്റിയിട്ട് ആ 2 കുട്ടികൾ നിക്കുള്ളൂ, അല്ലാതെ പോല. അതിനെ കെട്ടിയിട്ടാ പിന്നെ ബാക്കിയുള്ളവര് അവിടെ നിന്നോളൂ.
ഇപ്പൊ കൈ കിട്ടി എത്ര കാലമായി ഇപ്പൊ ഇത് കുറച്ചായിട്ടുള്ള കൊടുത്തിട്ട് ഇത് പാലക്കാട് നിന്ന് കൊടുന്നതാണ്. അതങ്ങനെ കിട്ടിയ സാഹചര്യം എന്ന് പറഞ്ഞല്ലോ. ഇത് NF എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്, നാച്ചുറൽ ഫാമിങ്. അപ്പൊ അതിന് ആവശ്യത്തിന് നമുക്ക് നമ്മളെ നാട്ടില് ചാണകവും ഗോമൂത്രമൊക്കെ വെച്ചിട്ടുള്ള കൃഷിയൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഇവിടെ ഇത് കിട്ടാനും പ്രയാസമാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഈ ചാണകത്തിന്റെയും ഗോമൂത്രത്തിന്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, അല്ലാതെ കറവയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല. അതെങ്ങനെ നിങ്ങളെ കയ്യിലെത്തിപ്പെട്ടത് എങ്ങനെ പറയും? അത് പാലക്കാട് ഞങ്ങൾ ഒരു മൈത്രി പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഈ NF-ന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുന്നതാണ്. പിന്നെ കണ്ടപ്പോ നമുക്കൊരു കൗതുകം, അപ്പൊ പിന്നെ അങ്ങനെ വാങ്ങിച്ചു അല്ലേ. ഇപ്പൊ ഇവിടെ പെരിന്തൽമണ്ണ വളയമൂച്ചിയിലുണ്ട്. വളയമൂച്ചി ബുദ്ധിമുട്ടൊന്നുമില്ല നോക്കാന്, എന്താ വെച്ചാ വലിയ കാര്യമായിട്ട് ഫുഡ് എന്താണ് പരിപാടി? ഇത് കഞ്ഞുണ്ണിയാണ്. അപ്പൊ ഇത് നമ്മളെ വൈദ്യശാലയ്ക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മളത് പറിക്കാൻ നിൽക്കണം. കീഴാർനെല്ലി കാണാനില്ല. ഇതാ ഇത് കീഴാർനെല്ലി. കീഴാർനെല്ലിട്ടോ ഒരുപാട് ഉപകാരമുള്ള സാധനമാണ് കീഴാർനെല്ലി. എന്താ പരിപാടി? ഇത് കടയിലേക്ക് ചെമ്പരത്തി അരി വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഈ പാടത്ത് കഞ്ഞുണ്ണി പിന്നെ കീഴാർനെല്ലി കണ്ടപ്പോ പറിക്കുന്നു. ഒരുപാട് അത്യാവശ്യം ഉണ്ട്. നമുക്ക് എന്തായാലും കടയ്ക്ക് ഇത് ആവശ്യമുണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവിടെ ആണെങ്കിൽ ഇതൊന്നും കിട്ടാനുമില്ല. ഇപ്പോൾ ഈ വെയിലായതുകൊണ്ടേ ഉണങ്ങി പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ പറിക്കുക. അപ്പേ പശുക്കളെ അവിടെ കൊണ്ടുവന്ന് കെട്ടി നമുക്ക് പിന്നെ കഞ്ഞുണ്ണി അതേപോലെ ഒരുപാട് കടയ്ക്ക് ആവശ്യ സാധനങ്ങളൊക്കെ കെട്ടിട്ടോ. ഒരുപാട് കാഴ്ചകൾ കാണാണ്ടേ. അപ്പോൾ നമ്മളൊരു കുളം കാണാൻ വേണ്ടി പോവാണ്. ഇത് പാലക്കാടിൻ്റെ ഒരു ടച്ചാട്ടോ. ഇവിടെ മലപ്പുറം ജില്ലയാണെങ്കിലും പാലക്കാടിൻ്റെ ബോർഡറായിട്ട് വരും. അപ്പോൾ പാലക്കാടിൻ്റെ ഒരു ഭംഗി ഈ പെരിന്തൽമണ്ണ ഇവിടെയൊക്കെ ഉണ്ട്. കാഴ്ചകളാട്ടെ കാണുന്നത്. അപ്പോൾ നമ്മൾ പശുക്കൾ ഇതാ അവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പയറാണ് കേട്ടോ. സാധാ പയറല്ല അല്ലേ? സാധാ പയറല്ല, ഇത് കുറ്റിപ്പയറാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ പാടം കൊയ്ത്ത് കഴിഞ്ഞാലേ വെറുതെ ഇടുന്നതിന് വേണ്ടിയിട്ടേ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പയർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ പയറിൻ്റെ ചെടി പറിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ മുളകൾ കണ്ടില്ലേ, റൈസോബിയം പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റിയിട്ട് ചെടിക്ക് വളർച്ച കൂട്ടാനുള്ള കണ്ടന്റ് ഉണ്ടാക്കും. അടുത്ത ഇതിലേക്ക് വിളവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൊത്തം അങ്ങനെ ചെറിയ കുറ്റിപ്പയർ ഇടും. വെറുതെ ഒരു മുടക്കില്ലാതെ ഉണ്ടാകുന്ന സാധനമാണല്ലേ. പക്ഷെ വിത്ത് മാത്രം എറിഞ്ഞാൽ മതി. പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ടല്ലോ. വളമൊന്നുമില്ല. പിന്നെ വെള്ളത്തിന്റെ അംശവും കുറച്ച് മതി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ സ്ഥലം വെറുതെ മുടക്ക് ഇടാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതിന്റെ ഇടയ്ക്ക് പച്ചച്ചീരുണ്ട് ചെറുതായിട്ട്. അത്യാവശ്യം ശരിക്കും നോക്കണില്ല അതുകൊണ്ട് അല്ലേ. ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടിട്ടേ. അടിപൊളിയായിട്ടുള്ള 3 കുളം ഉണ്ട്. അപ്പൊ അതിൽ 2 നമ്മളിപ്പോ പോണത്. ഒന്നിക്ക് നമ്മള് വൈകുന്നേരം പോകുന്നത്. ഇവിടെ വെള്ളത്തിനും ആവശ്യത്തിന് മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ അപ്പുറത്ത് ഇത് നല്ല ആഴമുണ്ട്. അതുകൊണ്ട് അപ്പുറത്ത് വേറെ കുളമുണ്ട് കെട്ടിയിട്ട്. പച്ചക്കറികൾ നനക്കാളൊക്കെ വെള്ളം എടുക്കാം. അത് ഇതിന്ന് ഞങ്ങള് പശുവിന് വെള്ളം എടുക്കാറുണ്ട് ഇടയ്ക്ക്. ഈ 4 കിട്ടി കഴിഞ്ഞതിന്റെ ലക്കാണെന്നാണ് ഞാൻ കണ്ടിട്ട്. ഇതിന്റെ പേര് ഇതെന്തോ ഒരു പായലാണെന്ന് അറിയാം. പക്ഷെ പേരിക്ക് ഓർമ്മയില്ല. 4 കിട്ടി കഴിഞ്ഞാല് നല്ല ലക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതന്നെയാണോ അറിയില്ല കേട്ടാ. അപ്പൊ കുഞ്ഞാറ്റ പറഞ്ഞ ഒരു കുളം കണ്ടു. രണ്ടാമത്തെ കുളം കേട്ടോ. അത്യാവശ്യം സൈസ് ഉള്ളത് ഇതാണ്. ചാമ്പല് വിരിഞ്ഞിട്ടില്ല. ചാമ്പല് പൂവില്ല കേട്ടോ. അപ്പൊ അമ്മ അതിന്റെ തൈ പറിക്കാൻ നിക്കാണ്. ഒരുപാട് പായലുണ്ട്. നമ്മുടെ പുഴയിലൊക്കെ ഉണ്ടാവുന്ന പായലാണ്. അസോളൊന്നും ഇല്ല കേട്ടോ. നമ്മള് ബിൻചേട്ടന്റെ അവിടെ പോയപ്പോ കണ്ട അസോളയൊന്നും ഇവിടെ വല്ലാണ്ട് കണ്ടില്ല കേട്ടോ. അപ്പൊ ചേച്ചി ഒരു ആമ്പലിന്റെ ഇത് പറിക്കാം കേട്ടോ. വേര് പറിക്കാണ്. ചാമ്പലിന്റെ പൂവ് ഏത് കളറാണെന്ന് അറിയാൻ നമുക്ക് വഴിയൊന്നുമില്ല. കാരണം പൂക്കള് ഉണ്ടായിട്ടില്ല കേട്ടോ. ആണല്ലേ. മീൻ ഉണ്ടതില്? നമ്മള് പശുക്കുട്ടീനൊക്കെ കുട്ടികളൊക്കെ പാടത്ത് കെട്ടി തിരിച്ചു പോവാണ്. അപ്പൊ ഇനി എന്തൊക്കെയാ പ്ലാൻ ഉള്ളതൊക്കെ കുഞ്ഞാറ്റയ്ക്ക് അറിയുള്ളേ. ഇവിടെ ഇതെന്താ ആടുകൾ കാരതാ. ഇതാ അവിടെ ഇതാക്കണത്. അവിടെ ഒരു വീടുണ്ട്. അവിടുത്തെ പശുക്കുട്ടിയാണ്. അവിടെ കുറെ പട്ടി, പശു, പിന്നെ ഇടയ്ക്ക് അവിടെ താറാവ്. അവിടെ കുളമല്ലേ, അപ്പൊ അതുകൊണ്ട് വളർത്താൻ ഈസിയായിട്ട് താറാവ് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാ ഒരു പുതിയ ആടിനൊക്കെ വാങ്ങിയിട്ടുണ്ട്. പുതിയ വാങ്ങിയവര് കുറച്ച് കാലമായിട്ടുള്ളൂ. ഇനി നമുക്കുള്ള പ്ലാൻ എന്ന് പറയണത് അവിടെ വീട്ടിൽ കുറച്ച് വെറൈറ്റി പച്ചക്കറികളുണ്ട്. അതിന്റെ വിളവെടുപ്പ് അല്ലേ. അപ്പൊ ഏകദേശം ഒരാഴ്ചയായിട്ട് ഒരു പച്ചക്കറിയും പറിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ പച്ചക്കറി പറിക്കണൊക്കെ വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് വരാം.